എന്റെ റംബുട്ടാൻ ദൈവങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എന്തൊരു കെട്ട കെട്ടിയ അത്യാവശ്യം വലിയൊരു ചില്ലായിരുന്നു. ഇതും വെച്ചിട്ടുള്ള കളിന് സഹായികള് ഒന്നിനും കൊള്ളാത്ത ഒരു ഉപകാരം ചെയ്യണില്ലേ അവര്. പക്ഷെ എന്തൊരു കഷ്ടം നോക്കിയതാങ്ങ. എന്തെങ്കിലുമൊക്കെ ചെയ്യും. നിരാശയാണോ സഹതാപമാണോ എന്തിട്ടാണ് തോന്നുന്നതെന്ന് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ കുടിവെള്ളം മുട്ടിയിരിക്കുകയാണ്. സംഭവം ചക്ക വീണു, പൈപ്പ് പൊട്ടി. ഇവിടെ സ്ഥിരം നടക്കണ ഒരു കാര്യമാണ്. കാരണം പ്ലാവിന്റെ അടി കൂടെയാണ് ശരിക്കും പൈപ്പ് ലയം പോണേ, കുഴൽക്കിണറിൽ നിന്നുള്ള വെള്ളം. ചക്ക വീണ് പൈപ്പ് പൊട്ടി. പൈപ്പ് പൊട്ടിയപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ പൊളിഞ്ഞതാക്കി കടലാസൊക്കെ വെച്ചിട്ട് ഞാൻ കൂട്ടി വെച്ച് ഇതായി ചെയ്തു. അതാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇതാണ് ചെയ്ത് പോണത്. ഇത് വിടും. പശും കൃഷിയൊന്നും കയ്യിലില്ല. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിക്സൺ നമ്മുടെ ഇലക്ട്രീഷ്യൻ വരും. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് അതല്ല, ടാങ്കിലത്തെ വെള്ളം കഴിഞ്ഞു. അപ്പോൾ ആകെ പെട്ടിരിക്കുക ഞങ്ങൾ. കാരണം ചക്കകളാണ് തുരുതുരെ വീണത്. നോക്കിയാൽ ദേ ഇവിടെ വീണെടുക്കണ്ട മോൾക്ക്. ഇതെന്താണെന്ന് അറിയില്ല, നിറയെ ചക്കകളാണ് വീണത്. ഈ സാധാരണ ഈ ചക്കകാലം അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ ഇങ്ങനെ ഫുള്ള് അവിടെ നിന്ന് തൊട്ടിട്ട് ഇവിടെ വരെ പൈപ്പിൻ്റെ അവിടെ വയ്ക്കാറുണ്ട്. ഇതാണ് വെച്ചില്ല. മറ്റേ മാർബിളിന്റെ പീസ് അങ്ങനത്തെ സാധനങ്ങൾ ഇരിക്കുന്നില്ലേ, അതൊക്കെ വെക്കാം. നിക്സൺ ഇനിയിപ്പോൾ എന്തായാലും നിക്സൺ ഇതിപ്പോൾ വരും. നമ്മുടെ കോളിമ്പല്ലും പെശകാണ്. അപ്പോൾ ചെയ്യാൻ പോണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പരിചയമില്ലാത്തൊരു പണിയാണ് ചെയ്യാൻ പോണത്. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അത് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ പരിചയമില്ലാത്ത പണി ചെയ്യാനാണല്ലോ ചേട്ടന് ഇഷ്ടം. പാടി അറിയാവുന്ന പണി ചെയ്യാൻ ഇഷ്ടമില്ലല്ലോ. അറിയാലോ, നമുക്ക് 3-4 റംബുട്ടാൻ മരങ്ങളുണ്ട്. അതിൽ 3 മരങ്ങൾ, ഒരു മരത്തുമ്പോൾ നന്നായിട്ടുണ്ടായി നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ തന്നെ. പക്ഷേ അതുമത്തെ ഒക്കെ കൊഴിഞ്ഞു പോയിട്ട് ഇപ്പോൾ ഈ മറ്റേ മണ്ടരി പിടിച്ച പോലത്തെ കുറച്ചെണ്ണം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതുമേ വലിയിടണമല്ലോ. മണ്ടരി പിടിക്കല്ല, അതും മറ്റേ സാധനം വന്നു, വെള്ള മില്ലിപ്പഗ്. അതുമേ വലിയല്ലേ. 3 കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായേക്കണത്. അപ്പോൾ വല ഒരാഴ്ച മുമ്പ് 1-1.5 ആഴ്ച മുമ്പ് വാങ്ങിച്ചോണെന്ന് വെച്ചു. വലിയിടാറായിട്ടില്ലെന്ന് ആരോ പറഞ്ഞു. നമ്മുടെ കോട്ടയത്തുള്ള ഒരു റംബുട്ടാൻ തോട്ടമുള്ള ആൾ പറഞ്ഞു. വന്നിട്ട് ഇവരെ കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ശേഷം. അപ്പോൾ ആൾക്ക് റംബുട്ടാൻ തോട്ടമുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു റംബുട്ടാനെ വലിയിടേണ്ട ടൈമായിട്ടില്ലേ. ഇപ്പോൾ നേരത്തെ വലിയിട്ടുണ്ടെങ്കിൽ അത് ഈ കായൊക്കെ ഇങ്ങനെ അതുമെന്ന് പിടിച്ചത് എന്താ പറയുക എൻ്റെ ഇതേ ഒന്നുകിൽ കാലത്ത് നേരത്തെ ഇടണം, അല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞിടണം. ഈ വെയിലത്ത് ഇത് മുകളിലേക്ക് നോക്കാനും പറ്റില്ല. ഇത് ഇടാൻ പറ്റുമോ? ഒന്ന് പരീക്ഷിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റംബുട്ടാൻ. ഇതൊരു കുഞ്ഞിതാണ്, വലിയ വലിപ്പില്ല. പിന്നെയുള്ളത് ഇതുമേലാണ് അത്യാവശ്യം നന്നായിട്ടുണ്ടായിട്ടുള്ളത് കേട്ടോ. ഇതുമേലാണ് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. ഈ മുകളിൽ നിറച്ചുണ്ടായിരുന്നത് കേട്ടോ. എന്തോരം കൊഴിഞ്ഞു പോണല്ലേ, എത്രയും വലിപ്പമായിട്ട് കണ്ടമാനം കൊഴിഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ റംബുട്ടാൻ്റെ 3 വല വാങ്ങിച്ച് സാധാരണ നമ്മൾ ഈ ചാലക്കുടി വശത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഓറഞ്ച് ഇതൊരു കളർ, ചോപ്പ് കളറില്, ഇത് പച്ച വലയാണ് കിട്ടിയിട്ടില്ല. ഒരു വലയ്ക്ക് ഇത് മീറ്റർ കണക്കിനാണ്. 6-6ൻ്റെ 8-8ൻ്റെ 5-5 ഇങ്ങനെ പല അളവുകളുണ്ട്. നമ്മൾ വാങ്ങിച്ചുകൊണ്ട് 5-5 തോന്നുന്നുണ്ട്. ചുവപ്പ് കളറായി തുടങ്ങിയില്ല. അപ്പോൾ ഒരു വലയ്ക്ക് 5-5ൻ്റെ വലയ്ക്ക് 600 ചില്ലറ എത്രയാണ് വില എന്തുകൊണ്ട് കേട്ടോ. ഇതുവരെ ഇടുന്ന കണ്ടിട്ടില്ലേ നമുക്ക്. എൻ്റെ റംബുട്ടാൻ ദൈവങ്ങളെ, ഇത് കാത്തോളണേ. ജഗുവിനെ വിളിച്ചേ, അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. അതാണ് നിനക്ക് പറ്റിയ പണി. ഇതിപ്പോൾ ഇതിപ്പോൾ അറിയാവുന്നവരോട് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്ന് 500 രൂപ പോലും റംബുട്ടാൻ കിട്ടില്ലേ. ഇപ്പൊ ചേട്ടാ ഒരു വലയ്ക്ക് 600 ചില്ലറ രൂപ കൊടുത്തിട്ടല്ല വാങ്ങിച്ചത്. അല്ല, ഇത് കുറേ കൊല്ലങ്ങളോളം ഉപയോഗിക്കാമല്ലോ. അത് സമ്മതിച്ചു. പക്ഷെ ഈ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇത് ഇടുന്നത് ചൊവ്വായില്ലെങ്കിൽ എന്താ കാര്യം? ഇടുന്നത് ചൊവ്വാവണ വല്ല കാര്യം ഇതിലെന്തറിയോ. ഇത് മോളിയോടെ മരത്തിനോട് മോളിയോടെയാണ് വലിയിട്ടിട്ട് ഇതുമ ഒരു കെട്ട് അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ പണി. അതെ, അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാര്യം. അത് കറക്റ്റ് ആയിട്ടല്ല ഇരിക്കണം കേട്ടാ. അവിടെ പിടിക്ക്, ഇങ്ങോട്ട് നീക്കേണ്ടി വരും. ജഗോ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പാടാ. ഒന്നില്ല ടാർസൻ്റെ മുകളിൽ എന്തെങ്കിലും കുത്തി ഇതാക്കും. പുളിറുമ്പുകൾ കയറട്ടെ. അപ്പോൾ ഈ പാലാനെ നമ്മൾ ഇങ്ങനെ പിടിക്കാൻ പോകുന്നുണ്ടത്. ഞാൻ എൻ്റേതായ ഒരു ഐഡിയയിൽ ഞാൻ പോവാണ് കേട്ടോ. മുള അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിട്ട് ഇത് ഇങ്ങനെ കയറി ഇങ്ങനെ ഇത് പിടിച്ചെന്നാ അച്ഛൻ്റെ നമ്മൾ കയറും കേട്ടോ. അപ്പോൾ ഈ സാധനം ഇങ്ങോട്ട് തന്നോളൂ കേട്ടോ. അതൊന്ന് പിടിപ്പിക്കരുത്. എന്താവും നിവൃത്തിൽ മോളി നിവർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റാ. എന്താ സാർ ഇത് അത്ഭുതം. അത്ഭുതമല്ല, എന്തിട്ട് ചെയ്യാൻ പോണേന്ന് നോക്ക.
അല്ല നമുക്കിത് ചെയ്തിട്ടുള്ള പണികളൊന്നും അല്ല. നീ കോണി പിടിച്ച് തരുതാ ഇതിൻ്റെ അടി പിടിച്ച് ഞാൻ നോക്കിയോട്ടെ പറ്റുമെന്ന്. കോക്കോ അവരുടെ ടീം ഇട്ട് തരും. അവരിട്ട് തരാണെങ്കിൽ അവരുടെ ടീം വരാണെങ്കിൽ തന്നെ നമ്മൾ 1000 രൂപ വെച്ച് കൊടുക്കണം. അതിനുള്ള വകുപ്പ് ഇല്ല ഇത് മാപ്പിന്. അല്ല അവരെ കൊണ്ട് ഒരു വട്ടം ചെയ്യിപ്പിക്കുമ്പോ അവരെങ്ങനെ ചെയ്യണേ നോക്ക. അപ്പൊ പിന്നെ തോലം തൊട്ട് നമുക്ക് തന്നെ ചെയ്യാലോ. അവരൊക്കെ ചേട്ടത് ചെയ്യണത് എങ്ങനെയാന്ന് പോലും എന്തായാലും ചെയ്ത് നോക്ക്. ഞാൻ നീ നിരുത്സാഹപ്പെടുത്തുന്നില്ല. കൊടി ഉയർത്തുന്നു മുകളിലേക്ക് കയറാൻ പറ്റണേ നിന്റെ കേറിക്കോ. ആ മുണ്ടല്ലാണ്ട് സാധാരണ സമയത്ത് ഒരേ ട്രൗസർ ഇട്ടിട്ട് വരും. ഇപ്പൊ നോക്കി മുണ്ട് കൊടുത്ത് വന്നേക്കണു. മുണ്ടിന്റെ തലേമ ചവിട്ടിയ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അയ്യോ എൻ്റെ ഒറ്റ കൈ കൊണ്ട് എനിക്ക് പറ്റില്ലല്ലോ. ഒറ്റ കൈ കൊണ്ടേ ഇത് ജഗുവിന് പ്രതി കയറാൻ പറ്റുണ്ണിയാ. എന്നിട്ട് ദീപാലിന്ന് ഈ കമ്പിൻ്റെ മുകളിൽ ഓടി നിട്ട് തന്നെ അപ്പോൾ ഒരു പിടുത്തം കിട്ടും. എവിടേക്ക് കയറാനാ പറയണേ? ജഗു ഇപ്പുറത്തോടെ കയറ്. ആ കേറടാ. എന്നിട്ട് പറയണേ അതുപോലെ ചെയ്. പറ്റുമോ നോട്ടെ. പുളിയുറുമ്പും കളിയുറുമ്പൊന്നുമില്ല, വീഴൊന്നുമില്ല. വീഴില്ല, ഞാൻ പിടിച്ചിട്ടുണ്ട്. ദീപാലേ ദീ കമ്പിൻ്റെ മുകളിയോടെ ഇട്ട് തന്നെ ദീപാലായിരുന്നു മുമ്പ് കയറ്. അതെ കമ്പിൻ്റെ മുകളിയോടെ ഒന്നുകൂടി കയറ്. എനിക്ക് 2 കൈ. ചേട്ടാ ജഗ്ഗു വീഴുന്നത് ഒരു അപകടം ചേട്ടാ ഈ വക പണികളൊക്കെ. ഒരു ഇത് കിട്ടി എനിക്ക്. ഇനി ജഗ്ഗു കയറണ്ട. ഒരു ഇത് കിട്ടി എനിക്ക്. എവിടെ ഇരിക്കാനുള്ള സ്ഥലം? വിശ്രമിക്കാൻ പോകണം. ആ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള വഴി നോക്കാൻ നമുക്ക്. കേട്ടാ ഒരു കമ്പുമോടത് കിട്ടി. കണ്ണന്മാരെ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഞാൻ ചെയ്യുന്നത്. ആരാണ് തോൽക്കാൻ നോക്കാം? ഒന്നുമില്ല. ഞാൻ തോൽക്കൂ, കണ്ണന്മാർ തോൽക്കുമെന്ന് പറഞ്ഞേട്ടാ. ഇപ്പോൾ വേണ്ട അതിങ്ങനെ ഇങ്ങനെ കിട്ടിയിട്ടാ. ഇനി വലിയ സാധനം കൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് ഈ തോട്ടി പോരാതുകൊണ്ട് ഒരു മിനിറ്റ്. ഇതാർക്കാ പറഞ്ഞു കൊടുക്കണു ചേട്ടൻ? ആദ്യം ചേട്ടൻ ഇത് ചെയ്യ്, കറക്റ്റായിട്ടാണോ അറിഞ്ഞിട്ട്. ഇനി ഇതുകൊണ്ട് പറ്റില്ല. ഇനിയുള്ള വഴി വേറെ മറ്റേ സാധനം എടുക്കണം. ഇതെത്തില്ല, നല്ല വലിപ്പമുള്ളത് വേണം. ഒരു മിനിറ്റാ. ഇനി മറ്റേ മുക്കുവന്മാരിങ്ങനെ വലങ്ങനെ വീശില്ലേ, അതുപോലെ ടെറസിൻ്റെ മുകളിൽ കയറിട്ട് ഇങ്ങനെ വീശ. ഇത് 14 അടി ഉയരമുള്ള ഒരു ഇരുമ്പൻ്റെയാണ്. ഇതുകൊണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല ഹൈറ്റുള്ള സാധനം. ആ റംബൂട്ടാനാണെങ്കിൽ ഹൈറ്റ് കൂടുതലാണ്. എന്താ ചാർലി കുറയ്ക്കുന്നു? അതെ ആദ്യം ചെറുതും ഇടാം. ചെറുതും ഈസിയാണ് ഇടാൻ. അതാദ്യം ചെയ്യും. അത് ചെയ്തിട്ട് വലുതുമ്പിലേക്ക് പോവാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യണ കാര്യല്ലേ. ഒരു വേറെ വല കൂടി എടുക്കും. ഇനി കിടക്കട്ടെ. വേറെ വല ദേ ഇരിക്കണം അവിടെ അല്ലേ. അപ്പോൾ ഇവരെ അഭിപ്രായം നമ്മൾ മാനിച്ചില്ല എന്നുള്ള പരാതി പാടില്ലല്ലോ. ജഗ്ഗു പറഞ്ഞതാ ആദ്യം ചെറുതും ഇട്ടിട്ട് പിന്നെ ഇതുമ്പിടാം. ഇതുമ്മലൊക്കെ കേറി നിൽക്കാൻ പറ്റില്ലോ. ഇല്ല ഇതുമ്പിടാൻ പാടാട്ടാ. അല്ല അല്ല അതിൻ്റെ 2 ചില്ലകൾ വെട്ടി കളയണം. അല്ല ശരിയല്ലേ? ഇതൊക്കെ വലയൊക്കെ കീറും. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇതാട്ടാ കാലിക്രീം. ഇത് ശരിയാവും. ഇതാ ഇതിനെ ഞാൻ ശരിയാക്കി എടുക്കും. ഇതൊക്കെ ഉറുമ്പുകളൊക്കെ കാലുമ്പ് കടിച്ചു തുടങ്ങി. ഇത് ചെറിയ റംബൂട്ടാനാട്ടാ. ഇത് വല ശരിക്കും ഇടാൻ അറിയാവുന്നവർ ഈ വീഡിയോ കാണാണ്ടിരുന്നാൽ മതിയായിരുന്നു. അവർ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തിനാ ഒരു കാശ് കൊടുത്തിട്ടുള്ളത്? ഈ വീട്ടിലത്തെ ഈ നിസ്സാരമായ പണിക്ക് അല്ല നിസ്സാരമായ സാധനം നമുക്ക് ആ വീട്ടാവശ്യത്തിന് കിട്ടുന്ന സാധനത്തിന് എന്തിനാ നമുക്ക് അവർക്ക് ഇത്രയ്ക്ക് കാശ് കൊടുത്തിട്ട് ഇതൊന്നും ചെയ്യിപ്പിക്കേണ്ട ആവശ്യം? ഇനി വിടർത്തണം സരിത. എങ്ങനെ നോക്കിയൊക്കെ നമുക്ക് എല്ലാം അമ്മേരെ വയറ്റിൽ നിന്നല്ലേ പഠിക്കുക. അതെ ഒന്നാമത് ഈ മരങ്ങൾക്കൊന്നും വിലയില്ലേ, കുഞ്ഞി സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ എങ്ങനെയാണ് ചേട്ടാ സമാധാനമായിട്ട് ചീട്ടാ. തമ്മിലുള്ള നിക്കണതുകള് പൊട്ടിച്ചിടരിക്കുക താഴ്ത്തിക്ക്. ഉറുമ്പുണ്ടതുമേ? ഉറുമ്പൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് പ്രശ്നമാണ്. ഞാൻ അടിയിൽ നിൽക്കുന്നുണ്ട്. നീ താഴെ പിടിച്ചേക്കണ്ടല്ലേ? മോളിയോടെ വരുന്നില്ലേ? ശരിക്കും കണ്ണിലേക്ക് കരട് പോവും തോന്നുന്നുണ്ട്. ആവോ മോളിലേക്ക് നോക്കാൻ പറ്റില്ലേ? ജഗ്ഗു പറയടാ. എന്നെ കൂടി കൂട്ടിയിട്ട് കേട്ടെ. നല്ല കാര്യം. ഈ സൈഡ് ഓക്കെ ആയിട്ടാ. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങട്ടെ. അങ്ങനെ നമ്മൾ പുതുമണവാട്ടിനെ അണിയിച്ചെടുക്കാണ്
ശരിക്കൊരു വേർപ്പിക്കുന്ന പണി തന്നെയാണ്. ഇനി ഇവിടെ പിടിക്കുക തരില്ല. ഇത് ചെറിയ റംബൂട്ടാൻ കേട്ടോ, അതുകൊണ്ടാണ്. മറ്റേതിൽ ഹൈറ്റ് കൂടുതലാണ്. എനിക്കാണ് ഈ മുകളിലേക്ക് കയറാൻ പേടിയാണ്. അതിന് അണ്ണാറക്കണ്ണന്മാരാണെങ്കിൽ ചാൻസ് നോക്കിയിട്ട് നിൽക്കുക. ഞാൻ പ്രതികരണം സാധ്യത ഇപ്പോൾ ഒരുവിധം മൂടിയിട്ട് ഈ സൈഡ് മൂടി, ഞാൻ ആ സൈഡ്. ഇതിപ്പോൾ ഒരു 2 കിലോ ഉണ്ട് എന്ന് മാത്രം. 2 കിലോ ഉണ്ട് തൊലിയേ. ഇതൊന്ന് കൊഴിയാണ്ടിരുന്നാൽ മതി. ഇത് ചാലക്കുടി വശത്തുള്ളവർ കയറിയിരിക്കും അല്ലേ? പിന്നെ ഇത് അവരൊക്കെ ഇത് കണ്ട് 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 മരവിച്ചവരാണ്. അല്ല, വലയിടേണ്ട വിധം എങ്ങനെയാന്ന് ഇത് ഒടിക്കോ? ഇത് മേച്ചില്ല. ഒടിയില്ല. ഒരു സ്റ്റെപ്പ് കൂടി കയറിക്ക് ചേട്ടാ. സരിത ആടുണ്ടല്ലോ എൻ്റെ അത്. ഞാൻ പിടിച്ചിട്ടുണ്ട്, പേടിക്കണ്ട. അല്ല, കിട്ടി. നിരപ്പായ സ്ഥലത്തല്ല. ഇറങ്ങാൻ പോവാ. എന്നെ പുളിയുറുമ്പ് മേടിച്ചു. അതെ, വരെ മാറി സെറ്റായി. സാധനം സെറ്റായി. ഞാൻ അങ്ങോട്ട് ഇടും വലിച്ചാൽ മതി. ഇവിടെ മാർക്ക് ഇത് മാറ്റി. ഫാസ്റ്റത്തെ സാധനം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടാ. സരിത അവിടെ നിന്ന് വലിക്കും. സരിതയും ചെക്കും അവിടെ നിന്നിട്ട് വലിക്കും. ഇവിടെ കൂടുതലാ വലിക്ക്. അങ്ങോട്ട് വലിക്കടി. അവിടേക്ക് എത്തിയോളൂ വേണം. അയ്യോ, ഇത് വളയാ ചെയ്യണേ വലിക്കുമ്പോ. അത് കുഴപ്പമില്ല. ഇതോടൊന്ന് കുത്തി ഒന്ന് വന്ന് വിട്ടേ നിങ്ങൾ അവിടെ വിട്ടേ. പതുക്കെ ഇങ്ങനെ വലിച്ചാൽ മതി. ശരിയല്ലേ? അവിടെ നിന്ന് കൂട്ടി പിടിക്കും. എന്നിട്ട് ഇവിടെ ഇത് കട്ടാ ചെയ്യാ. ഇത് ശരിക്കും ഈ മരത്തിന് തികയുള്ളല്ലോ അല്ലേ? ഇത്രക്ക് തന്നെയല്ലേ വലിപ്പം അതും? അയ്യോ, ഇത് ഇങ്ങനെ ചുരുട്ടല്ലേ? ഇത്രക്ക് ചുരുട്ടോ? ഇതിനെങ്ങനെ എങ്ങനെ ഒതുക്കോ? ഈ വലിയാണ് അവര് നമുക്ക് തന്നത്. പിന്നെ ചരടൊക്കെ കെട്ടാ നമുക്ക്. ഈ വല ചെറുതായി. അപ്പം മരം വളരെ വളഞ്ഞു. അല്ല, മരം ഇങ്ങനെ വളഞ്ഞു. അതിപ്പോൾ അങ്ങനെ ഇനിയാണ് വലട്ട്. നമ്മൾ 7 മീറ്റർ അത് വലുതല്ലേ? എന്തായാലും ഒരെണ്ണത്തിന് കെട്ടാൻ പറ്റിയില്ല. എന്നിട്ട് ചരടൊന്നും മുറിച്ച് തരുത. ജഗു വന്നേ കെട്ടാൻ. അപ്പം ശരിക്കും ഈ പറയുകയാണെങ്കിൽ ഈ ചാലക്കുടി വശത്തേക്കുള്ള ഓരോ മരത്തമ്മ കെട്ടുന്ന വലകളുടെ നീളം എത്രയും ആവും? ഇതൊരു ചെറിയൊരു ഗ്യാപ്പ് വന്നാൽ കൂടി ഇത്തിരി മുകളിലേക്ക് കെട്ടാവും നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ കുറച്ച് ലൂസിൽ നിൽക്കും. ഇത്ര ഇങ്ങനെ അടിയിലേക്ക് കെട്ടാണ്ടേ കുറച്ചിങ്ങനെ മുകളിലേക്ക്. ചില്ലകളില്ലല്ലോ ഇവിടെ. മറ്റേ ലാഡർ വെക്കണ? ലാഡർ വെച്ചിട്ട് കാര്യമില്ലേ? അല്ലാതെ ഇത് ഇവിടേക്ക് വെച്ചാ ഇവിടേക്ക് വലിക്കണ്ടാവും. നല്ലോണം താഴത്തേക്ക് വലിക്കണ്ടാവും. നിങ്ങളെങ്ങനെ കൊണ്ടുപോവാ? കൊണ്ടുതരാൻ കൊണ്ടുവരാണ്ട് ഞാൻ എന്നാ പിടിച്ചോ. ഈ ഭാഗത്ത് കുറച്ച് കൂടുതൽ വേണ്ടതായിരുന്നു. കാരണം ഈ ഭാഗത്ത് ഇങ്ങോട്ട് എത്തില്ല. എത്താണ്ട് ഇങ്ങനെ വലിക്കുമ്പോ കണ്ട അതിങ്ങനെ വളയും. അന്നത്തെ പതുക്കെ ഞാൻ ഇവിടെ തുടർന്നില്ലേ? വലിച്ചോ റംബൂട്ടാൻ അത് പൊട്ടി പോകുന്നില്ല. ഇവരെങ്ങനെ ചെയ്യാ? വലിച്ചിട്ട് ഞാൻ ആക്കാം. മതി. ഓക്കെ. അപ്പം ആ റംബൂട്ടാൻ വലിയ ഇത് ഇത്ര ചെറുതായിട്ട് വരെ ഇത് മിൽക്കി. എന്തിട്ട് കണ്ടിട്ട് എനിക്ക് തന്നത് ഇതാണ്. ആദ്യം ഒരു കെട്ട് കെട്ടിയ സ്ഥലത്ത് ഇവിടെ കണ്ണിലേക്ക് പോയി. അത് പിന്നെ കേട്ടാ, ഒരു കെട്ട് മണി കെട്ടാം. ഇത് കുട്ടി കാണുമ്പോൾ ആളുകൾ നാണക്കേട്. ചെറിയ ഇതിന് ഡബിളാക്ക് ഒന്ന് കെട്ടിയേ. ഇത് പിടിച്ചെന്നേ ഈ വലയിൽ വെറുതെ പിടിച്ച് ഇവിടെ എത്തിയിട്ടില്ല. അതൊക്കെ പിന്നെ ഒരു കെട്ട് മണി കെട്ടാം. ആദ്യം ഒരു കെട്ട് വെറുതെ പിടിച്ച് നിർത്തിയിട്ട് കെട്ടട്ടതിനെ. അപ്പം ഈ കണക്കിന് വലിയ വല വാങ്ങിക്കില്ല. ഇനി വേറെ എന്തൊരു ചെയ്യപ്പോ? അപ്പൊ വലിയ മരങ്ങളൊക്കെ മൂടെ എന്തോറുമ്പോ വലിയ വലിയ 30 അടി നീളം മരത്തുമ്പോ കേറിയിട്ടായിരിക്കും അവര് ചെയ്യണ്ടാവാട്ടാ. ഇനി ഇത് ഒരു കെട്ട് മണി കേട്ടാ. ഇങ്ങനെ ഒരു കെട്ട് മണി കേട്ടാ. ഒക്കെ പോലെ തന്നെ ആയിരിക്കുക. അവിടെയും ഗ്യാപ്പ് വന്നു. ഇവിടെ ഒരു കെട്ട് മണി കേട്ടാ. സരിത ഒരു ചാര കൊണ്ടിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തിട്ട് കെട്ടാൻ പറ്റുമോ? കീറേണ്ടത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് പിടിച്ചാ ചേക്കു. ഇവിടെ ഇവിടെ പിടിച്ചെന്നാ അന്നറിയണമാർ പറയണ്ട. ഈ നാണം കേട്ട ഈ സാധനത്തിന് പിടിക്കുന്നത് ഞങ്ങൾ വരുന്നില്ല എന്ന് പറയും അല്ലേ? അതെ, നമുക്ക് പലരെ ഇതിലളവിൽ തെറ്റ് പറ്റി. അവർ സാധാരണ പോലത്തെ ഒരെണ്ണം തന്നു. 4-5 അളവ് ചോദിച്ചാ ഏതാ വേണ്ടേന്ന് ചോദിച്ചാ? അല്ല, ഞാൻ വലിയ മരങ്ങളല്ല എന്ന് പറഞ്ഞു. അല്ല, വണ്ടം മറ്റേ അവർ ചോദിച്ചു ഇങ്ങനെ വലിയ മരങ്ങളില്ലേ? ആ ചാലക്കുടിയിലൊക്കെ ഓരോ മരങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലത്തെ മരം. ഇത് സാധാരണ ഒരു മരമല്ലേ? ഇനിയിപ്പോൾ ഇതിനെ കെട്ടണം പിടിച്ച്. ഇതിൻ്റെ ഇത് ചില്ല വെട്ടിയിട്ട് നമുക്ക് നോക്കി നോക്കാം. ഇതിന് കെട്ടാം.
ഈ ചെറുനാരങ്ങ ചില്ല വെട്ടേണ്ടി വരില്ലേ? ആ അത് വെട്ടണല്ലേ, അതാ കോറി ഈ അങ്ങനെ ഈ മരത്തിനെ വളച്ചൊടിച്ചു നോക്കി മരത്തിന്റെ ഒരു അവസ്ഥ. അതങ്ങനെ തന്നെയാണ്. ചേട്ട ചെറുതെന്ന് പറഞ്ഞപ്പോഴേ അവര് വിചാരിച്ചിണ്ടാവും വെച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ള വിചാരിച്ചിണ്ടാവും. അതല്ല, ഇത് തമ്മിൽ വലിയ വില വ്യത്യാസം ഉണ്ടാവില്ല, നേരി വ്യത്യാസം ഉണ്ടാവുള്ളോ. ഓ ഈ ചെറുനാരങ്ങ ചില്ല ഒടുക്കത്തെ ബല അതിന്. അത് വാങ്ങിക്കാൻ പോകുമ്പോഴെങ്കിലും നമ്മുടെ കോക്കൂനൊന്ന് വിളിച്ച് ചോദിക്കായിരുന്നില്ല എത്ര പോന്ന്. അവനെ തന്ന അളവ് അവനെ പറഞ്ഞത് നമുക്ക് ഈ അളവ് മതിന്ന്. അത്ര വലിയ മരമല്ലല്ലോ നമ്മുടെ, അവൻ കണ്ടിട്ടുള്ളല്ലേ. ഇതിനിക്ക് വലിച്ച് അവർ ഒതുക്കി കെട്ടും. എന്തൊരു ബല അതിന് തേങ്ങ. അയ്യോ അത്യാവശ്യം വലിയൊരു ചില്ലായിരുന്നു അല്ലേ ചെറുനാരങ്ങയുടെ. ഇതിന് കൂടി വെട്ടാൻ പറ്റില്ല. ഇനി വല്ല വെട്ടണ? ഇനി വെട്ടണ്ടല്ലോ, ഇതും കൂടി വെട്ടണ, ഈ ചില്ലും കൂടി വെട്ടണ, ഇതുകൊണ്ട് വെട്ടാല്ലേ. എന്നാലേ അല്ലെങ്കിൽ കോറില്ലേ ഇതാമേ കക്ഷത്തിൻ്റെ ഉള്ളിലേക്ക് പുളിയുറുമ്പ് കടിച്ചു തുടങ്ങി. മോന്ത മാറ്റി രണ്ടുപേരും. ഞങ്ങൾ ഇവിടെ അല്ലേ നിൽക്കണ്. അതല്ല ഇതും വെച്ചിട്ടുള്ള കളീന്. ഇപ്പം ഒരു പാകായി. അയ്യോ നമുക്ക് കയറാം. ഇത് കെട്ടി വെക്കാൻ സാരിതാ, നീളത്തിയില്ലെങ്കിൽ നമുക്ക് ഇപ്പം എങ്ങനെയൊക്കെ വലിച്ചൊക്കെ കെട്ടാം. അയ്യോ എന്തൊരു ഓർമ്മ. ലാഡർ കൊണ്ട് നോക്കി, ഇവിടെ ലാഡർ കൊണ്ട് നോക്കി. ഇതുമ്പോൾ പിന്നെ ഇത്തിരി ഉയരത്തിൽ കയറാൻ പറ്റും തോന്നുന്നു എനിക്ക് കേട്ടാ. ഇതേ അളവിലാണെങ്കിൽ എങ്ങനെ ചേട്ടാ അതിന് തന്നെ എത്തില്ലേ? അപ്പം എങ്ങനെ ഇതിനെത്തുക? അതായത് ഇത് വലിച്ച് കെട്ടലാണ്. ഇത് അതിൻ്റെ ഉയരത്തിലേക്കല്ല, അതിൻ്റെ ചില്ലകളൊക്കെ ഇങ്ങനെ കൂട്ടി വരും. അതിൻ്റെ ഒരു 4 ഇരട്ടിയുണ്ട് ഈ ഇതിന്. പിടിച്ചോട്ടാ. ഈ രണ്ട് വലയും കൂട്ടി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അത് വലുത് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പൊ പറഞ്ഞിട്ട് അവിടെ നിറച്ച് പുളിയുറുമ്പോ ചേട്ടാ അതേ കയറുന്ന കണ്ടൊക്കെ. അവറ്റണക്ക് കയറട്ടെ, അവറ്റണക്ക് വേറെ പണിയൊന്നുമില്ല. അവറ്റണക്ക് മരത്തിൻ്റെ മുടിയോടെ ഇങ്ങനെ കയറലിന് പണി. കയറിറങ്ങാ ഇങ്ങനെ അച്ഛൻ തരണട്ടാ. പുളിയുറുമ്പ് കടിക്കുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചേക്ക്. പച്ചക്കാള കാശുണ്ടാവും. പച്ചക്കാള വരാണെങ്കിൽ പച്ചക്കാള കത്തിക്ക് വന്നാല കാശുണ്ടാവുക. എൻ്റെ വയറിൻ്റെ ഉള്ളിലൊക്കെ പുളിയുറുമ്പാണ് നിറയെ. വയറിൻ്റെ ഉള്ളിലാ? അത് കാലുമ്പലും ഒന്നുമില്ല, വലിച്ച് കെട്ടാത്ര തന്നെ, വേറെ പണികളൊന്നും ഇല്ല ഇതിൽ. ഇത് വളരെ ചെറുതാന്ന് തോന്നുന്നു. മൂക്കിൻ്റെ ഉള്ളിലേക്ക് പുളിയുറുമ്പ് കയറുന്നത്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ. ഇത് വളരെ ചെറുതാ. അവർ 4 മീറ്റർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് 4 മീറ്റർ അല്ല 5 മീറ്റർ 6 മീറ്റർ ഒന്നും ഇല്ല നീളം. എന്തൊരു പറ്റി മലയാളത്തിലല്ലേ പറഞ്ഞ അത്രയും ചെറിയ മരത്തിന് തന്നെ അത് എത്തുള്ളേ. പിന്നെ എങ്ങനെയാ ഇതുമ്പിലേക്ക് എത്താ? ചെയ്തിട്ട് പോയോ? ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളിവിടെ മെന്റൽ സപ്പോർട്ട് തന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഞാനും ജഗ്ഗു. എനിക്ക് മെന്റലാവും. ഇതിന് താഴ്ന്ന് പിടിച്ചേ ഒരു റംബൂട്ടാൻ ഞാൻ മുകളിൽ കയറി ഇവിടെ മരത്തിയാ. ഇന്ന് വർത്താൻ പോകട്ടെ തരുതാ. അയ്യോ മരം കയറണവരെ സമ്മതിക്കണം. ആകെ എന്നെ പുളിറുമ്പ് കൊണ്ട് പൊതിഞ്ഞു. അയ്യോ എന്നാൽ ഈ അണ്ണറക്കണ്ണന്മാർ ഇത് തിന്നാൻ വരുമ്പോൾ ഇവരുടെ കടിച്ചു കൊടുപ്പിക്കില്ല. അത് ചെയ്യില്ലേ, ഒരു ഉപകാരം ചെയ്യണില്ലേ ഇവരുകൾ. അത് പുളിറുമ്പേ ഞാൻ എന്തായാലും ഇവിടെ 8 പണിയായി. അതാ ഉണ്ണി ഇതങ്ങോട്ട് കൊണ്ടുപോയി. ദേ വന്നു അത് വലിക്ക്. അത് വലിച്ചാ വരുമ്പോൾ ഒതുക്കി കെട്ടണം. ഏത് ഭാഗാന്ന് നോക്കട്ടാ. അതെ ഒരു കൂട്ടര് വല കെട്ടി കൊടുത്തത് എത്രയൊക്കെയാണെന്നറിയോ? ഒരു ഫാമിലി വീട്ടിൽ വന്നിട്ട് 5000 രൂപ വല കെട്ടാനായിട്ട് 5000 രൂപ അവർ വല കൊണ്ടുവരും. പിന്നെ അത് മാത്രമല്ല റംബൂട്ടാൻ അവർക്ക് വേണം. വല കൊണ്ടുവരില്ലോ. അല്ല റംബൂട്ടാൻ അവർക്ക്, റംബൂട്ടാൻ കായില്ലേ അത് അവരെടുക്കും. അപ്പൊ പിന്നെ എന്തുകൊണ്ടാ വല കെട്ടണേ? 5000 രൂപ കിട്ടും. അതുമേ ഒരു 20,000 രൂപ റംബൂട്ടാൻ കിട്ടിയെന്ന് വിചാരിക്കും. വലിയൊരു മരം. 20,000 മരം അവർ തന്നെ എടുക്കും. അല്ല 20,000 രൂപ കായ് അവരെടുക്കും. എന്നിട്ട് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അതായതേ ഒരു വീട്ടില് വലിയൊരു റംബൂട്ടാൻ മരം ഉണ്ട്. അത് വലിയൊരു പ്ലാവിന്റെ അത്രയ്ക്ക് വളണ്ടാൻ. അതുമേ ഇവര് കരാറെടുക്കാൻ പറ്റുന്ന ഈ റംബൂട്ടാൻ്റെ മൊത്ത വ്യാപാരിക്കാരെന്തുകൊണ്ട്. അപ്പോൾ അവര് അതുമേ വാലിയിട്ടിട്ട് നിറയെ ഉറുമ്പ് കളിച്ചിട്ട് അവർ വാലിയിട്ടിട്ട് ആ റംബൂട്ടാൻ വിളവെടുക്കാറാവില്ലേ, ആ സമയമാകുമ്പോൾ അവർ അത് മുഴുവൻ പൊട്ടിച്ചുകൊണ്ട് ഇവർ ഈ വീട്ടുകാർക്ക് 5000 രൂപ കൊടുക്കുന്നു. ആ റംബൂട്ടാമ്മ വീട്ടുകാര് അവർക്ക് കൊടുക്കാന്ന് 5000 രൂപ കൊടുക്കും ചെയ്യാ. എന്നിട്ട് അവര് റംബൂട്ടാൻ മുഴുവൻ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അതന്നെ ഞാനും ആലോചിച്ച. പിന്നെ എന്തിനാ വലയിടേണ്ട ആവശ്യം വിചാരിച്ചു. ഇത് എങ്ങനെയാണ് നമുക്ക് ഇതെത്തും തോന്നുന്നുണ്ടാ ചേട്ടന്? ജഗു
സരിത ഇതിൽ തല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും. അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്ര അധികം ചിരിച്ചിട്ടില്ല. ഞാൻ അപ്പുറത്ത് നോക്കട്ടെ. നീ നിന്നില്ലേ ഇത് കുത്തിക്കൊള്ളും. പൈപ്പ് പൊട്ടിയത് അതൊരു വക. അതിൻ്റെ ഇടയിലാണ് ഈ സാധനം ഈസി ആയിട്ട് ഇടാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ വളരെ വലിപ്പം എന്നെ നിരാശയിലേക്ക് ആഴ്ത്തി. അല്ലെങ്കിൽ ഈ പുളിറുമ്പുകൾ ഒരു ഭാഗത്ത് പുളിറുമ്പുകൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു അല്ലേ ചേട്ടാ? അതാണ് ഏറ്റവും വലിയ ഇതല്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിക്കാമായിരുന്നു. തിരിച്ച് ആക്കി വരുന്നുണ്ട്. ഈ നീളം എത്താത്താണ് ഏറ്റവും വലിയൊരു പുലിവാലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ ചില്ലകൾ വെട്ടാൻ പറ്റില്ലല്ലോ. ഏതിന്റെ ചില്ല? റംബുട്ടാൻ്റെ. അതെ, അതൊരു നല്ല ഐഡിയ കേട്ടോ ചേട്ടാ. ഈ വല കൊണ്ട് കൊള്ളണ ഒരു ചില്ല പിന്നെ മാത്രം നിർത്തി ബാക്കി ചില്ലയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ബുദ്ധി. അതല്ലേ ചേട്ടാ പറഞ്ഞേ ചില്ല വെട്ടേണ്ട കാര്യം. വരുന്നുണ്ട് സാധനം. നീളം ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ഒപ്പിക്കാൻ പറ്റും. അവിടെയാണ് കുഴപ്പം ഇത് പറ്റിയത്. നീളല്ല, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ടും ചേട്ടൻ കാണിക്കണ പണികൾ കാണുമ്പോഴാണ് എനിക്ക് നിരാശയാണോ സഹതാപമാണോ എന്തിട്ടാണ് തോന്നുന്നതെന്ന് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എന്നെ പുഴുമ്പ് കടിച്ച് കൊല്ലാറാക്കിണ്ട്. എന്നിട്ട് ചെയ്യാനൊന്നുമില്ല. വലിയ വില വാങ്ങിയിട്ട് അറിയാവുന്നവരെ വിളിച്ചിട്ട് ഇടിപ്പിക്കുക. അല്ല, ഇടലിപ്പോൾ തന്നെയാണ് സിസ്റ്റം. വളരെ വലിപ്പം കുറവാണ് ഇതിന് കുഴപ്പം. വലിയ വില വലുത് വാങ്ങിക്കേണ്ടി വരും. ഈ വില ആർക്കെങ്കിലും വേണം. ചെറിയ റംബൂട്ടാനുള്ളൊരു വിലരുണ്ട്. നമ്മുടെ അല്ല ചേട്ടന് കൊടുത്തോ? അല്ല, ഞാൻ വേണ്ട, അവിടുത്തെ കഴിഞ്ഞു. അവിടെ ഉണ്ടല്ലോ ഇനിയും. അവർക്ക് അടുത്ത കൊല്ലം ഉണ്ടാവുമ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉച്ചരിഞ്ഞ് 2 വലിയ വില വാങ്ങിക്കാം. ഇത് ഓക്കെയാണ്, കെട്ടിയത് കറക്റ്റാണ്. ഇപ്പോൾ 5 മീറ്ററിൻ്റെ വില വാങ്ങിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല. 8 മീറ്റർ 8-10 മീറ്ററിൻ്റെ വില വാങ്ങിച്ചിട്ട് വരും. മനുഷ്യൻ പരുവായി. അല്ലെങ്കിൽ അതല്ല, ആ പാക്കറ്റ് പൊട്ടിക്കേണ്ടത് മതിയായിരുന്നു. അതങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ബില്ലടക്കം മാറ്റിയിട്ട് വേറെ വാങ്ങിച്ചാൽ മതിയായിരുന്നു. എല്ലാം പൊട്ടിച്ച് ഓരോന്ന് ഒടിയർത്തി. കുഴപ്പമില്ല. കോഴിക്കോടിൻ്റെ അവിടെ ഉള്ളതും മറ്റേ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ ഉള്ളതിലൊക്കെ അടുത്ത പോലെ ഉണ്ടാവില്ലേ? അതിന് കറക്റ്റ്. അപ്പം അതിന് പറ്റും. അതിന് കറക്റ്റാണ്. അപ്പോൾ ഇനിയൊന്ന് പോയി എവിടെ നിന്ന് ഇവരെപ്പോൾ തുടങ്ങിയ കൗണ്ടർ അടിയാന്നറിയോ ഓരോന്ന് പറയുമ്പോൾ ഇവർ മൈക്ക് ശരിക്കും വെച്ച് കൊടുക്കണ്ടായിരുന്നു. എന്നാലേ കേൾക്കുള്ളൂ എല്ലാവരും. ഇത് അപ്പോൾ അങ്ങനെ ചെയ്യാം. നമുക്ക് ഉച്ചകഴിഞ്ഞ് വില വാങ്ങിക്കാം. 2 വലിയ വില വാങ്ങിക്കാം. 8 മീറ്ററിൻ്റെ അങ്ങനെ വാങ്ങിക്കാം. അവിടുത്തെ വലിയ വില വാങ്ങിക്കാം. ഇതിന് വലിയ വില വേണം. അല്ല, അവർ തന്നത് കറക്റ്റ് തന്നെയാണ് നോക്കട്ടെ അളവ്. ഇത് 5 എത്ര മീറ്റർ ഉണ്ട് നോക്കട്ടെ. അപ്പോൾ അറിയാമല്ലോ നമുക്ക്. അങ്ങനെ വിട്ടാൽ പറ്റിയില്ല. അവർ നോണ പറഞ്ഞ് നമ്മളെ പറ്റിച്ചാണെങ്കിലോ. നോക്കിയോട്ടെ. ശരി, തന്നെ അവിടെ പിടിച്ചേ. ഇത് 3 മീറ്ററാണ് ഇതിൻ്റെ നീളം. നമ്മുടെ ഈ കൂടാരത്തിൻ്റെ നീളം 3 മീറ്റർ. അവിടെ പിടിച്ച തല. അല്ല, ചേട്ടനെ കൊണ്ടുവന്ന വടിയുടെ നീളം പറയണത് അത് വെച്ച് അളന്നാ പോരെ? ഇത് പിടിക്കുക, അത്രയ്ക്ക് പിടിക്കും. ശരി, 3 മീറ്ററാണ്. അപ്പം നമുക്ക് നോക്കാം. 3 2 മീറ്റർ ഉണ്ടോ? ഉണ്ടാവില്ലേ? 5 മീറ്റർ തന്നെയാണ്. അല്ല, ആ പാക്കറ്റ് മീൻ്റെ ആവില്ല അല്ലേ അളവ്? അതെ, 5 സരിത 725 രൂപ. എന്നെ വിളിക്കണ്ട, ചേട്ടനല്ല സംശയം. 5 മീറ്റർ അവർ പറ്റിച്ചു. അപ്പോൾ നമുക്ക് ഉച്ചരിഞ്ഞ് ഇനി വില വാങ്ങിച്ചിട്ട് നമുക്ക് തുടങ്ങാം വീണ്ടും. തോറ്റ് പിന്മാറാനൊന്നും ഒരുക്കമല്ല. 5 മീറ്ററിൻ്റെ ഇന്നില്ല. മാക്സിമം എത്രയാണുള്ളത്? മാക്സിമം അറിയില്ല. അത് ചോദിച്ചിട്ടുണ്ട് അവരോട് എത്ര വരെയുള്ളതെന്ന്. അവരിത് ഏറ്റവും ചെറുത് തന്നേക്കണം. ഇതിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. അല്ലല്ല, 4 ഉണ്ടാ കിണർ. ഇത് കിണർ വലിയ ഇതിന് റംബൂട്ടാൻ വലിയേക്ക് മാറ്റി. ഇത് ഈ റംബൂട്ടാൻ കൃഷിക്കാരാണ്. ഇതുപോലെ തന്നെയല്ലേ? എല്ലാം തന്നെയാണ്. ക്ഷീണിച്ച് ഞാൻ അവിടെ പോയി നിർത്താം. ഉച്ച വില വാങ്ങിച്ചിട്ട് തുടങ്ങാം. അങ്ങനെ നമ്മൾ ഉച്ച തിരിഞ്ഞ സമയമായിട്ടാണ്. കാലത്തെ കോലാഹലങ്ങളൊക്കെ നമ്മൾ മറന്നു കഴിഞ്ഞു. ഇതിപ്പോൾ പുതിയ വലയാണ്. ഇത് ശരിക്കും സത്യത്തിൽ ഇത് റംബുട്ടാൻ്റെ വലയല്ല. അവർ റംബുട്ടാൻ്റെ വല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നിട്ടുള്ള സാധനമാണ് 5-5-ൻ്റെ തെങ്ങേറി. ഇപ്പം തെങ്ങേറി മുത്തുകുമാർ തെങ്ങേറി വന്നു. ഈ വലയില്ലേ, ഈ വലയ്ക്ക് അധികം വിലയില്ല. ഇതിപ്പോൾ 7 മീറ്റർ വീതിൻ്റെ ചെറുത മുറിച്ചേ. ഇതിങ്ങനെ റോളായിട്ടാണ് സാധനം കിട്ടുന്നത്. 7 മീറ്റർ വീതി, പിന്നെ 16 മീറ്റർ നീളം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 8-8 16. ആ കൈ മുറിക്കണ്ട, മറന്നേ.
അത് വലയമ കൊള്ളാണ്ടിരിക്കാനാ. വല കൊണ്ടാ കഴിഞ്ഞില്ലേ. ഇതാന്നോണ്ട് ഏത് അല്ല ഈ റംബൂട്ടാന് വലയിടണതേ എന്താ വെച്ചാ ഇമ്രാൻ നോക്കിയിട്ടുണ്ടല്ലോ. മഴ പെയ്യും തോന്നുന്നു കേട്ടോ. വല ഇട്ട് തീരാൻ പറ്റില്ല എന്ന് തോന്നണേ. നല്ല മഴക്കാരായി. ഇത് എന്തൊട്ട് കെട്ട കെട്ടിയിട്ടുണ്ട് ഈ വല എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ വലയുള്ളൂട്ടാ. കനല്ലേ തുണി പോലെ ഇരിക്കണേ. അപ്പൊ ഇത് മേലെ കൂടി ഇടാനും സുഖം. സുഖം. ഇത് കനം കൂടുതലായ കാരണാണ് പറ്റാണ്ടിരുന്നോടന്നേ. ഇതിന് ചേട്ടൻ എന്താ അത് വാങ്ങിച്ചേ? ആ രണ്ട് ഈ ഒരു വലക്ക് 600 രൂപ 700 ചില്ലറ രൂപ വില ഇതിന്. ഇത് ഇത്രക്ക് നീട്ടി പിടിക്കും 700. അപ്പൊ 2200 രൂപയാ ഈ 3 അതാ പറഞ്ഞ ഇതാണ് പിടിക്കേ. അപ്പൊ ഇത് എവിടെ വാങ്ങിച്ചേ? അവിടെ തന്നെ. അപ്പൊ അത് വാങ്ങിക്കാൻ പോയപ്പോ എന്താ പറഞ്ഞേ? റംബൂട്ടാന്റെ വില ഇപ്പോഴും റംബൂട്ടാന്റെ വില എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് തന്ന വില നീ സാധനം അല്ല എന്ന് പറഞ്ഞു. അപ്പൊ പറയാ അത് അവർക്ക് അറിയില്ലെന്ന്. അത് നീളത്തിൽ പിടിക്കുക, തലയിൽ പിടിക്കുക. അതാണെങ്കിൽ എല്ലാതും പാക്കറ്റ് പൊട്ടിച്ച് എടുക്കുകയും ചെയ്തു. ഇതിടാൻ പറഞ്ഞ പോലെ സുഖമായിരിക്കുമോ? സുഖമൊന്നും ഉണ്ടാവില്ല, ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. നല്ല നീളം. ഇതിരാ 8 മീറ്ററാ. അപ്പൊ കണ്ട ഈ വലയാണ് നമ്മള് ഇടാൻ പോകട്ടെ. ഇതിപ്പോ ഞാൻ ആ ടെറസിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങോട്ട് എറിയാം. ടെറസിന്റെ മുകളിൽ കയറി എറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിലൂടെ പോരും. പോരൂ നോക്കി നോക്കാം. ആദ്യം ഇത് ഇതിന്റെ ആക്കിട്ടാവാ മാറുന്നല്ലേ നീ പെടും വലരുള്ളില്. വലറിയാൻ പോകുന്നു. സുന്ദരമായോ? വയോട്ടാ അങ്ങോട്ട് പോണ്ട. അങ്ങോട്ട് പോന്നു. ഇത് ഈ റംബൂട്ടാൻ ആദ്യമായിട്ട് നമുക്ക് അറിയാൻ പോകണം ഞാൻ. അയ്യോ അവിടെ വരെ എത്തിയുള്ളൂ. ഒരു കുഴപ്പമില്ല. അത് ഈ അറ്റത്ത് വല്ല കല്ലെങ്ങാനും കെട്ടിട്ട് എറിഞ്ഞത് അപ്പുറത്തേക്ക് കറക്റ്റ് പോയിക്കോളും. കാലത്ത് ആവേശമില്ല. ഞാൻ വിചാരിച്ച അവരുടെ ഒക്കെ ചുമപ്പ് കളറിലാണല്ലോ എല്ലാതും. നമ്മള് വണ്ടിയിലൊക്കെ പോകുമ്പോ കാണാലോ ഈ സമയമാകുമ്പോ. അയ്യോ ഇതിനെ കൊണ്ടുപോവാ. അതാ പറഞ്ഞ ഈ അറ്റത്ത് വല്ല കല്ല വല്ലത് കെട്ടിട്ട് ഈ അറ്റം അങ്ങോട്ട് എറിയാൻ. അപ്പൊ കറക്റ്റ് അപ്പുറത്തേക്ക് പോയിക്കോളും. ശരി, ഒരു കാര്യം ചെയ്യാം. എന്തായാലും മുത്തുകുമാർ നാളേരിട്ട് നന്നായി. നാളേരം വെച്ചിട്ട് എറിയാൻ പോവാ. ഒരു മിനിറ്റ്. അതാകുമ്പോ ഒറ്റടിക്കാൻ പോവില്ല. അയ്യോ നീക്കല്ലേ പുറത്തേക്കാം. അപ്പൊ ഇതിനിപ്പോ ഇങ്ങനെ നീന്നോട്ടല്ലേ? അത് വേണമെങ്കിൽ അത് പിന്നെ കുറച്ചല്ലേ ഉള്ള റംബൂട്ടാൻ. ഒരു കെട്ട് കെട്ടി വെറുതെ. അതുകൊണ്ട് കെട്ടിയ നിക്കോ? അതുകൊണ്ട് തന്നെ കെട്ടിക്കൂടെ? ഇതുകൊണ്ട് കെട്ടി നിക്കോ ഈ പ്ലാസ്റ്റിക്? ഓ മൈ ഗോഡ്. ഇമ്രാൻ അതിൻ്റെ ഒപ്പം എന്തിട്ടോ ഇമ്രാൻ ഒറ്റോടിയിലെങ്കിട് ഇപ്പെറിയും. ഞാൻ ബാക്കിൽ നിന്ന് മാറിക്കണ. അല്ല ഇത് അപ്പുറത്തേക്ക് പോവാ. അപ്പുറത്തേക്ക് പോവാണ്. അതിന്റെ മുകളിൽ കൂടെ പോകണം. അല്ല അപ്പുറത്തേക്ക് ഓറഞ്ചും പെടൂ. ഓറഞ്ച് അല്ല അത് പെടാൻ കുഴപ്പമില്ല. അയ്യോ അത്രക്കേ പോയില്ലോ. എന്നാലും കുഴപ്പമില്ല. ആ ചില്ലര മുകളിൽ കൂടെ പോയിന്റെ ഏകദേശം. ഇല്ലേ പോയിട്ടില്ലേ? ഇല്ലേ? പക്ഷെ എന്തൊരു കഷ്ടം നോക്കിയതാ. ഇതുമ്മ കയറുന്നിട്ട് എറിയാന്ന് വെച്ചാ ഈ സാധനം അപ്പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടേ. അയ്യോ ഇതിപ്പോ അങ്ങോട്ടില്ലാണ് ഇങ്ങോട്ടില്ലാണ്ടായി. കുഴപ്പമില്ല. നാളെ വെച്ചിട്ട് അങ്ങോട്ട് വലിച്ചെടുത്താ അങ്ങോട്ട് പോന്നോളൂ. കഴിക്കട്ടെ. ഇതേ ഈ ചില്ലര ഇടയിൽ പെട്ടു. അത് കൊണ്ടുപോയേ. നാളെ കഴിക്കട്ടെ. എൻ്റെ അമ്മേ പുളിറുമ്പിട്ടാ. ഒന്നുകൂടി അറിയാല്ലേ? അയ്യോ പുളിറുമ്പിന്റെ കൂട്. അതിന് എൻ്റെ മേത്തൊക്കെ കടിച്ചു. ഇത് വീണ്ടും എടുക്കാം നമുക്ക്. കഴുത്തലൊക്കെ കടിച്ചുകൊണ്ടിരിക്കുക. കണ്ടമാനം. ഇപ്പോൾ ഇതുമൊരു 10-50 കിലോ റംബൂട്ടാണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് അവരെ കൊണ്ട് എടുപ്പിക്കുകയാണെങ്കിൽ മുതലാവും. ഇതുകൊണ്ട് ഇത് കെട്ടുപണിയായി. വീണ്ടും കെട്ടാൻ സരിതാ. കൊണ്ടുപോവാ. നാളികേരം എടുക്ക്. നാളികേരങ്ങൾ ഇവിടെ ഇഷ്ടം പോയിട്ടുണ്ട്. അത് ഇതുമ്മലാണ് കേറി നിന്നിട്ട് അപ്പൊ ഇത്തിരി കൂടി മോളിൽ കൂടെ ലാഡർമ കയറിക്കാം. അതിനെ പറഞ്ഞ ലാഡർമ കയറിന്നിട്ട് കേറി കഴിഞ്ഞിട്ട് ഞാൻ തരാം. ഇങ്ങനെയാകുമ്പോൾ ഒരു എയിമുണ്ട് കേട്ടാ എറിയാനായിട്ട്. ഞാനും അതിൻ്റെ ഒപ്പം പോവും. ഇതേ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വല ഇത് കുളത്തി പിടിക്കലാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. എറിയാൻ പോണു. തലയിലേക്ക് വീഴും നാളേരം തേമി. അപ്പുറത്തേക്ക് എത്തിൻ്റെ. അല്ല അപ്പുറത്തേക്ക് എത്തലല്ല, അത് ഇതിന്റെ കവർ ചെയ്യാൻ പറ്റുമോ? കവർ ചെയ്യാനൊക്കെ പറ്റും. നേരത്തെ ഇങ്ങനെയല്ലേ പോയി? അല്ല നേരത്തെ അപ്പുറത്തേക്ക് എത്തി. ഇനി നാളെ കഴിക്കാം.
ദേ, അതിന് മുള്ളുണ്ടാവും, ചെടിയുമ്പോൾ മുള്ളുണ്ടാവും. ഇത് നമുക്ക് ഇങ്ങനെ പടർത്തണം, വിടർത്തണ്ട സരിത. ഇങ്ങനെ കാണുമ്പോൾ അവരെ കൊണ്ട് തന്നെ ഇടിപ്പിച്ചാൽ മതി ഇടന്ന് തോന്നല്. ആ, ഇത് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ചേട്ടനോട് പറഞ്ഞത് അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന്. അതാണ് നിനക്ക് പറ്റിയ പണി. എത്ര വട്ടായി പറയണു, എത്ര ദിവസമായി പറയണു അവരെ അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന്. അപ്പം ഇത് ചേട്ടന് തന്നെ ചെയ്യണം. ഇതോ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലത്. സഹായികള് ഒന്നിനും കൊള്ളാത്ത. ഓ, ഇനിയിപ്പോ സഹായികളുടെ മേലേക്ക് കുറ്റം അല്ല, സഹായികൾ എന്ന് പറഞ്ഞാൽ എത്ര പേര് കൂടി ചേർന്നിട്ടുള്ളതാക്കളെ. ജഗു വിളിക്കാണ്ട് പോയി. ഇങ്ങനെ ജഗ്ഗു, ആ വായോ, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? എന്തൊരു ചെയ്യണ്ടേ? എന്താ ചെയ്യേണ്ടത്? എനിക്കും എത്തിപ്പിടിക്കുന്നില്ലേ. ആ, അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോ നമ്മൾ എന്തൊരു ചെയ്യാ? മോളിലേക്ക് കയറാനാണില്ലേ ജഗ്ഗു? ആക്കോ ഇത് 8 മീറ്റർ. അയ്യ, അവിടെ കെട്ട് പണിയിൽ പിടിച്ചു വെക്ക. എവിടെ വലിച്ചു കഴിഞ്ഞിട്ട് ഇതാവും. നിങ്ങള ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടാ, അങ്ങനെ വലിക്കുമ്പോൾ അത് പോകണം. അതെ, ഏതുമേലും കൊളത്തിണ്ടാവും ചെലപ്പോ. നിങ്ങൾ അങ്ങനെ കൈ കൊണ്ടുവന്നിട്ട് ആക്കിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ കാലം ഉണ്ടാക്കണ അതല്ല, കോലില്ലേ ഇത്, ഇങ്ങനത്തെ കോല്. ആവോ, അല്ലല്ല, സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. എന്തിട്ട് സപ്പോർട്ട് മനസ്സിലാവില്ലേ? ഈ കോലില്ലേ, ആ, ഇങ്ങനത്തെ കോലുകൊണ്ട് ഇതിന്റെ മോളി കൂടെ ഇട്ടിട്ട് വരണം കേട്ടാ. ആ, അങ്ങനെ ഇട്. അപ്പൊ ഇപ്പറം പുലി ഇതിന് വീതി കുറവാ ചേട്ടാ, നീളം കുറെ ഉണ്ടായിട്ട് കാര്യമില്ല. വീതിയില്ലല്ലോ. വീതിക്കുണ്ട് 7 മീറ്റർ വീതിണ്ട്. മെന്റൽ സപ്പോർട്ട് അല്ല അച്ഛൻ ഉദ്ദേശിച്ചത്. അച്ഛൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെ അറിയോ, ഇതിങ്ങനെ ആക്കി തരാൻ, കോലുകൊണ്ട് ആക്കി തരാൻ പറ്റും നിങ്ങൾക്കും. അപ്പുറത്തോടെ കോലൊരെണ്ണല്ലോ. അതാണ് ഇത്. ഇതിൻ്റെ മുകളിലൂടെ പോകണം. ഞാൻ അപ്പുറത്തേക്ക് പോട്ടെ. ഇരുട്ടായി തുടങ്ങി. അവസാനം ഒറിജിനൽ ഇവരെന്നെ വിളിക്കേണ്ടി വരും തോന്നുന്നു കണ്ടിട്ട്. അതിൻ്റെ മുകളിലൂടെ ഇരുന്നേണ്ട ഇങ്ങനെ വരണം. ശരിയേ? ആട്ടോ. അയ്യോ, വീഴല്ലേ. കണ്ണിലേ കറണ്ട് പോയി. അല്ല, കണ്ണിൽ കറണ്ട് പോയി, വലിയൊരു കറണ്ട് പോയി. ഇതിപ്പോൾ റംബൂട്ടാനൊക്കെ കൊഴിയോ ഇല്ലേ? കൈ കഴിച്ചു മക്കളെ. സരിത, ഇത് ഇങ്ങോട്ട് നീക്കിയ, ഇത് ഇങ്ങോട്ട് നീക്കിയ, ഇത് ഇങ്ങോട്ട് നീക്കി. ഇത് മോളിയോടെ കട ഇങ്ങനെ പിടിക്കുന്നതാണ് ഒരു കുഴപ്പം. അന്ന് പതുക്കെ സമാധാനമായിട്ട് ചെയ്യട്ടാ ചേട്ടൻ വെകിളി പിടിക്കാണ്ട്. ഇത് ഫുള്ള് കവർ ചെയ്യില്ല അല്ല ജഗ്ഗുവാ? വീതിയില്ലല്ലോ. പറ്റും 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 പറ്റും. ആ, റെസ്റ്റ് എടുക്ക്, ശ്വാസം വിട്ടിട്ട് മതി. കൈ കഴിച്ചു. ഞാൻ പറഞ്ഞതാ 8 മീറ്റർ എന്നുള്ളത് ഇത്തിരി വലുത് നീളം കൂടുതൽ വാങ്ങിച്ചോ. വലുതായാലും കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അടുത്ത കൊല്ലാകുമ്പോൾ ഈ മരം ഇനിയും വലുതായേ വരുള്ളൂ. അപ്പം ഇത്തിരി വലുത് വാങ്ങിച്ചാലും നമുക്കത് ഉപകാരപ്പെടുള്ളൂ. അതുകൊണ്ട് വലുത് വാങ്ങിച്ചെങ്കിൽ ചെറുതാക്കണ്ടെന്ന് പറഞ്ഞതാ. 8 അല്ലാണ്ട് ഇത്തിരി കൂടി നീളം കൂടുതൽ വാങ്ങിക്കാൻ. ഇതുണ്ടാകട്ടെ. നമ്മൾ പറയണത് അതിന് വല്ലതും കേൾക്കൂ. മാർക്ക് 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 നിങ്ങളുടെ മേത്തു പൈപ്പ്. അതിനിവിടെ നിറയെ മരങ്ങളുള്ള കാരണമാണ് ഈ കുഴപ്പം. എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ മരങ്ങളാ. ഞാൻ തോറ്റ. എന്തൊരു ചെയ്തരുതാ, കയ്യും കാലും കളിച്ചു എൻ്റെ. എനിക്കറിയില്ല, അവരവരെടുത്ത തീരുമാനമല്ലേ. അപ്പം അവരവർ തന്നെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തൂ. ആ ദീദി കൂടി കൂടി വരണം, അതാണ് പ്രശ്നം. അല്ല, അതിൽ കൂടി ഇട്ടാൽ ഇതെങ്ങനെയാ മൊത്തം കവർ ചെയ്യുക ചേട്ടാ? ഇത് കവർ ചെയ്യാനുള്ള വലിപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ടോ ചേട്ടന് കണ്ടിട്ട്? ഇതൊരു സൈഡായിട്ടുള്ള ആകെ. അതല്ല ഞാൻ പറഞ്ഞത്, ഇതിന് മാക്സിമം 7 മീറ്റർ വീതിയുള്ള ഈ വലയ്ക്ക് അങ്ങനത്തെ കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ നീളം 8 മീറ്റർ നീളം ചേട്ടൻ മുറിച്ച് കാണിച്ചതല്ലേ? ആ, അതാ അവര് പറഞ്ഞു അത്രയ്ക്ക് നീളമുള്ളൂന്ന് പറഞ്ഞാൽ വീതി കൂടുതൽ. എന്തൊരു പറയാന്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാന്. വീതി 7 മീറ്ററിൽ വരുന്ന റോളാണിത് അല്ലേ? കണ്ടമാനം പേര് ഇങ്ങനത്തെ വലകൾ വാങ്ങിക്കുന്നുണ്ട്. ഈ സെയിം വല ഞാൻ ഇത്രയ്ക്ക് ഇതിൽ തന്നെ വാങ്ങിച്ച് പോണത് എല്ലാവരേ. ഇപ്പം ഞാൻ മാത്രം വാങ്ങിക്കുന്ന വലയല്ലത്. ആ, എല്ലാവരും തന്നെയാണ് വാങ്ങിക്കുന്നത്. വല ഇത് തന്നെയാ, സമ്മതിച്ചു. ഞാൻ നീളത്തിന്റെ കാര്യം ചോദിച്ചു. നീളം ഇത് തന്നെയാണ് വാങ്ങിക്കുന്നത്. ഇത് ഇവിടെ കണ്ട കടന്ന്. ഒരു കാര്യം പറയട്ടെ ഞാൻ, ഈ ഒരു ചില്ലിയില്ലേ, ഈ ഒരു ചില്ലേനെ വിട്. എന്നിട്ട് ഇതിനെ മാത്രം ഇപ്പൊ കവർ ചെയ്യേ. ഇതിനെ നമുക്ക് മറ്റേ പച്ചവലയില്ലേ, അത് ഒരെണ്ണെടുത്തിട്ട് ഇതിനെ മാത്രം ഇടാം. അതാ പറ്റുള്ളൂ. എന്തേ, നല്ല ബുദ്ധിയാണല്ലോ.
അല്ല അതാ പറ്റുള്ളൂ, അല്ലാണ്ട് ഇത് അതും കൂടിയും മൂടാനുള്ളത് ഇല്ല ഈ വല. ഈ രണ്ടിനും ഇവിടേക്ക് കൊണ്ടുവന്ന് കെട്ടിയാൽ മതി. ഇത് ഇവിടേക്ക് കറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടാം. സരിതയുടെ ബുദ്ധി ഒരളവക്ക് കൊള്ളാം. അത് നല്ലൊരു ഐഡിയ കേട്ടാ അല്ലേ? അത് നല്ലൊരു ഐഡിയ കേട്ടോ സരിത, ബെസ്റ്റ് ഐഡിയ. എൻ്റെ ഐഡിയകൾ അല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഐഡിയകൾ തന്നെയാണ്. ചേട്ടന് അത് ആവശ്യമില്ലാത്ത ഞാൻ ആരെ പറഞ്ഞു? ഞാൻ അപ്പം നിൻ്റെ ഐഡിയ എടുത്തതല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെ വന്നിട്ട് ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുവരണം. പിന്നെ ഈ ഒരു ചില്ലി ഉണ്ടിട്ട് ഇവിടെ ഈ ഒരു ചെറിയ ചില്ല, ആ ചില്ലമ്മ 2 കൊലയുള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് വല്ല കവർ ഇട്ടിട്ടേ ആ കൊലയമ്മ 2 കവർ ഇട്ടിട്ട് കെട്ടി വയ്ക്കാൻ വേണമെങ്കിൽ. ഈ സാധനം തന്നെ മൂടാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. ഈ 2 ചില്ല നമുക്കേ ഇത് 2 പാർട്ടായി ഇരിക്കുന്നതായിരിക്കും. ഇന്നത്തെ പരിപാടി നിർത്താം. നിർത്തി ഇത്ര പെട്ടെന്ന് തോൽവി സമ്മതിച്ചാ? തോൽവി സമ്മതിക്കില്ല. അത് എനിക്ക് കൈ കഴിച്ചെൻ്റെ ഞാൻ മോളിലേക്ക് ആക്കി കൈ കഴിച്ചു. ഇവനെ വിളിക്കാന്ന് വെച്ചാ അരുൺ കോക്കൂരിന്റെ അടുത്ത് നാളെ വരുമെന്ന് ചോദിക്കി. എന്നാ ശരി, അരുൺ കോക്കൂരിനോട് പറയാം. അല്ലാണ്ട് എനിക്ക് ഇത് ആ മുകളിലേക്കുള്ള ചില്ലകളിൽ കണ്ടാ മധുരമിക്ക് കയറി കഴിഞ്ഞാൽ എന്തായാലും അപ്പുറത്തേക്ക് വീഴും ഉറപ്പാ. ഇതാ എന്റെ രാജിക്കത്ത്. ഞാൻ തോറ്റു തുന്നം പാടിട്ടാ. അപ്പൊ നമുക്ക് ഇനി നാളെ കാണാം. സലീം കുമാറിന്റെ ഡയലോഗ് ഇതാ എന്റെ രാജിക്കത്ത്. അതെ, വല്ലാണ്ട് ഇരുട്ടായി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നാളെ ആണോ അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയുമെന്ന് പറയണത്? അല്ല, അതിപ്പോ ആരും കോക്കിനെ നാളെ വിളിക്കാട്ടാ. അപ്പൊ നാളെ കാണാം. മാഷ വയർത്ത് കുളിച്ചു.